ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്ന് ഗ്രൂപ്പ് 14 എലമെന്റ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് മൊഡ്യൂൾ 4 വരുന്ന ഒരു ടോപ്പിക് ആണ്. HSA ഫിസിക്കൽ സയൻസിന്റെ സിലബസിലെ മൊഡ്യൂൾ 4 വരുന്നതാണ് ഗ്രൂപ്പ് 14 എലമെന്റ്സിനെ കുറിച്ച്. അപ്പൊ ഗ്രൂപ്പ് 14 എലമെന്റ്സിന്റെ ഏതൊക്കെയാണ് വരുന്നത്, ഗ്രൂപ്പ് 14 എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതിന്റെ ഭൗതിക ഗുണങ്ങൾ, രാസഗുണങ്ങൾ, ഇലക്ട്രോൺ വിന്യാസം, പിന്നെ രൂപാന്തരങ്ങൾ, പിന്നെ അതുപോലെ തന്നെ അസാധാരണ സവിശേഷതകളും പ്രധാന പ്രവണതകളും, അലോട്രോപ്സ് ഓഫ് കാർബൺ എന്തൊക്കെയാണ്, കാർബൺ മോണോക്സൈഡ്, ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്, കാർബൺ മോണോക്സൈഡ്, സിലിക്കേറ്റ്സ്, സിലിക്കോൺസ് തുടങ്ങിയ സംഭവങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് എത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് യു ആർ വെരി വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഗ്രൂപ്പ് 14 എലമെന്റ്സ്. ഗ്രൂപ്പ് 14 എലമെന്റ്സിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ 14ാമത്തെ ഗ്രൂപ്പാണ്. പീരിയോഡിക് ടേബിളിലെ 14ാമത്തെ ഗ്രൂപ്പും അതിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ പീരിയോഡിക് ടേബിൾ ഇതാണ്. പീരിയോഡിക് ടേബിളിൽ മൊത്തത്തിൽ 18 ഗ്രൂപ്പ്സ് ഉണ്ട്. 1, 2, 3, പിന്നെ ഇവിടെ ഒരു 10 ഗ്രൂപ്പ്സ് ഉണ്ട്. 10 + 2 12 പിന്നെ ഇവിടെ ഒരു 6 ഗ്രൂപ്പ്സ് ഉണ്ട്. 6 ഗ്രൂപ്പ്സ് പ്ലസ് 12 എന്ന് പറയുമ്പോൾ ടോട്ടൽ 18 ഗ്രൂപ്പ്സ് ഉണ്ട്. ആ 18 ഗ്രൂപ്പ്സിലെ 14ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഈസ് ദ 14th ഗ്രൂപ്പ്. 14th ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ കാർബൺ ഉണ്ട്, സിലിക്കൺ ഉണ്ട്, ബാക്കി ഇവിടെ വെച്ചേക്കുന്ന കാണത്തില്ല. കാർബൺ, സിലിക്കൺ, ജെർമേനിയം ആണ് ഇത്, ജെർമേനിയം, പിന്നെ ടിൻ, SN ടിൻ, പിന്നെ ലെഡ്, PB, പിന്നെ വരുന്നതാണ് നമ്മുടെ ഫ്ലറോവിയം എന്ന് പറയുന്നത്, FL. അപ്പൊ കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്, ഫ്ലറോവിയം എന്ന് പറയുന്ന ഈ 1, 2, 3, 4, 5, 6 എലമെന്റ്സ് ചേർന്നതാണ് ഗ്രൂപ്പ് 14 എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. ഓവർവ്യൂ ഓഫ് ഗ്രൂപ്പ് 14 എലമെന്റ്സ്. ഗ്രൂപ്പ് 14 ഓഫൻ കോൾഡ് ദി കാർബൺ ഗ്രൂപ്പ്സ്. അപ്പൊ ഇതിനെ കാർബൺ ഗ്രൂപ്പ് അല്ലെങ്കിൽ കാർബൺ ഫാമിലി എന്നാണ് അറിയപ്പെടുന്നത്. കാർബൺ ഫാമിലി എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് കംപ്രൈസസ് ഓഫ് എലമെന്റ്സ് ലൈക്ക് കാർബൺ, സിലിക്കോൺ, ജെർമേനിയം, ടിൻ, ലെഡ് ആൻഡ് ഫ്ലറോവിയം. അപ്പൊ ഫ്ലറോവിയം റീസെന്റ് കൊണ്ടുവന്നതിന്, അപ്പൊ അതുകൊണ്ടാണ് ഫ്ലറോവിയത്തിന് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അങ്ങനെ 6 എലമെന്റ്സ് ചേർന്നിട്ടാണ് ഗ്രൂപ്പ് 14 എലമെന്റ്സ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ കോളംസ്, അതായത് കുത്തനെയുള്ള ഈ ഒരു കോളംസിനെ പറയുന്ന പേരാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കുത്തനെയുള്ള കോളംസിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. 1, 2, 3, 4, 5, 6, 1, 2, 3, 4, 5, 6 ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി ദീസ് എലമെന്റ്സ് ഷെയർ കോമൺ പ്രോപ്പർട്ടീസ്. അപ്പൊ ഒരു ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെല്ലാം തന്നെ ഒരേപോലത്തെ പ്രോപ്പർട്ടി ആയിരിക്കും. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഗ്രൂപ്പ് 14 എലമെന്റ്സിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഗ്രൂപ്പ് 14 എലമെന്റ്സിന് എല്ലാം തന്നെ ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും. അതുപോലെ തന്നെ സിമിലർ വാലൻസ് ഇലക്ട്രോൺസ്. അപ്പൊ ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ അവർക്ക് ഒരേ വാലൻസ് ഇലക്ട്രോൺസ് ആയിരിക്കും. ആൻഡ് പ്രോപ്പർട്ടി ഫോം കോവലന്റ് ബോണ്ട്. കോവലന്റ് ബോണ്ട് ഫോം ചെയ്യാനായിട്ടൊരു ടെൻഡൻസി ഒരുപോലെ ആയിരിക്കും. പിന്നെ their unique characteristics make them vital in industries such as electronics, material science and nanotechnology. അപ്പൊ ഈ പറയുന്ന ഏരിയസിലെല്ലാം തന്നെ നമ്മുടെ ഗ്രൂപ്പ് 14 എലമെന്റ്സിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് കാണാൻ പറ്റും. എന്ത്, മെറ്റീരിയൽ സയൻസില്, ഇലക്ട്രോണിക്സില്, നാനോ ടെക്നോളജിയിലൊക്കെ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഗ്രൂപ്പ് 14 എലമെന്റ്സിൽ വരുന്ന ആൾക്കാരെ പരിചയപ്പെടാം. കാർബൺ ഉണ്ട്, സിലിക്കൺ ഉണ്ട്, ജെർമേനിയം. ഈ ജെർമേനിയം എന്ന് പറയുന്ന ആള് നമ്മുടെ സിലിക്കോണും ജെർമേനിയമാണ് ഇത് സെമി കണ്ടക്ടേഴ്സിനകത്തൊക്കെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് നാനോ ടെക്നോളജി, ഇലക്ട്രോണിക്സില് കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, SN, ലെഡ്, PB ആൻഡ് ഫ്ലറോവിയം, FL. ഈ 6 പേരാണ് ഗ്രൂപ്പ് 14 എലമെന്റ്സിൽ ഉൾപ്പെടുന്നത് കേട്ടോ, കാർബൺ ഫാമിലിയിൽ ഉൾപ്പെടുന്നത്. ഇനി നമുക്ക് നാനോ ടെക്നോളജി എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് കാർബണിന്റെ ആ ഒരു അഴിഞ്ഞാട്ടം തന്നെ കാണാൻ പറ്റും. നാനോ ടെക്നോളജി എന്ന് പറയുന്നത് അവിടെ നമുക്ക് ഫില്ലറിൻസ്, ബക്ക് മിനിറ്റ്സ് ഫില്ലറിൻസ്, അതായത് C60 ബക്കി ബോൾസ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കാർബൺ നാനോ ട്യൂബ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞ നാനോ ടെക്നോളജിയിൽ മൊത്തം നമ്മുടെ കാർബൺ ആണ് നിറഞ്ഞു നിൽക്കുന്നത്. പിന്നെ മെറ്റീരിയൽ സയൻസിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ വരുന്നുണ്ട്. ഇലക്ട്രോണിക്സിലാണെങ്കിൽ സിലിക്കോണും ജെർമേനിയവും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. പ്രോപ്പർട്ടീസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിന്റെ ജസ്റ്റ് പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോയിട്ട് ബാക്കി കോമൺ പ്രോപ്പർട്ടീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ പൊതുവായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഭൂവൽക്കത്തിൽ മൂലകങ്ങളുടെ സമ്പുഷ്ടിയിൽ 17ാമത്തെ, കാർബണിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, 17ാമത്തെ സ്ഥാനമാണുള്ളത്. 17th അബണ്ടന്റ് എലമെന്റ് ആണ് ഇൻ എർത്ത് ക്രസ്റ്റ്. എർത്ത് ക്രസ്റ്റിലെ 17th അബണ്ടന്റ് എലമെന്റ് ആണ് കാർബൺ എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിലെ
മൂലകങ്ങളുടെ സമ്പുഷ്ടിയിൽ 17ാം സ്ഥാനമാണ് കാർബണിന്. പ്രകൃതിയിൽ സ്വതന്ത്ര രൂപത്തിലും സംയോജിത അവസ്ഥയിലും കാർബൺ കാണപ്പെടുന്നു. അതായത് കാർബൺ എന്ന് പറയുന്നത് നാച്ചുറലി, അതായത് പ്രകൃതിയിൽ കാർബൺ ഒറ്റയ്ക്കും കാണപ്പെടും, അതുപോലെ തന്നെ അതിന്റെ കോമ്പൗണ്ട് ആയിട്ട് കാർബൺ മോണോക്സൈഡ്, പിന്നെ അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് ആയിട്ട്, അതുപോലെ തന്നെ മഗ്നീഷ്യം കാർബണേറ്റ്, അലുമിനിയം കാർബണേറ്റ്, MgCO3 എന്ന് പറയുന്ന രീതിയിലും നമുക്ക് കാർബണിനെ കാണാൻ സാധിക്കും. അപ്പോൾ ഭൂവൽക്കത്തിൽ 17ാം സ്ഥാനമാണ് അതിന്റെ അബണ്ടൻസിൽ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കാർബൺ കമ്പൈൻഡ് സ്റ്റേറ്റിലും അതുപോലെ തന്നെ കാർബൺ ആയിട്ട് എലമെന്റൽ ഫോമിലും കാണാൻ പറ്റും. ഇനി കൽക്കരി, ഗ്രാഫൈറ്റ്, വജ്രം എന്നീ രൂപങ്ങളിൽ മൂലകാവസ്ഥയിലും ലോഹ കാർബണേറ്റുകൾ, ഹൈഡ്രോ കാർബണേറ്റുകൾ, ഇപ്പൊ നോക്കിക്കേ നമ്മുടെ കൽക്കരി, കാർബണിന്റെ അലോട്രോപ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ ഉണ്ട്, COAl കോൾ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വജ്രമുണ്ട്, ഡയമണ്ട് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഗ്രാഫൈറ്റ് ഉണ്ട്. ഇതൊക്കെ കാർബണിന്റെ അലോട്രോപ്സ് എന്നൊക്കെ പറയുന്നത്. ഗ്രാഫൈറ്റിന്റെ അലോട്രോപ്സ് ഇത് വേരിയസ് ഫോംസ് ആണ്, പക്ഷെ കെമിക്കലി അത് കാർബൺ തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള അലോട്രോപ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വായുവിൽ 0.03% കാർബൺ ഡയോക്സൈഡ് വാതകം ഉണ്ട്. 0.03% ആണ് കാർബൺ ഡയോക്സൈഡിന്റെ വായുവിലുള്ള പെർസെന്റേജ് കേട്ടോ. 0.03% കാർബൺ ഡയോക്സൈഡില് കാർബൺ ഉണ്ട് വായുവില്. അതുപോലെ തന്നെ സിലിക്ക, അതിത്രയാണ് കാർബണിന്റെ കേസുകൾ എന്ന് പറയുന്നത്. അപ്പൊ കാർബൺ എന്ന് പറയുന്നത് 17th മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് എർത്ത് ക്രസ്റ്റ് ആണ്. അത് കാർബണിനെ നമുക്ക് കാർബൺ ആയിട്ടും അതുപോലെ തന്നെ കാർബണിന്റെ വേരിയസ് കോമ്പൗണ്ട്സ് ആയിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് സിലിക്കണിന്റെ കേസിലേക്ക് നോക്കുവാണെങ്കിൽ, സിലിക്കണിനെ വെച്ച് നോക്കുവാണെങ്കിൽ സിലിക്ക രൂപത്തിലും സിലിക്കേറ്റ് രൂപത്തിലും കാണപ്പെടുന്ന സിലിക്കൺ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന മൂലകങ്ങളുടെ ലഭ്യതയിൽ 2ാം സ്ഥാനത്താണ്. അപ്പൊ അബണ്ടൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് അബണ്ടന്റ് എലമെന്റ് ഉണ്ട് എർത്ത് ക്രസ്റ്റ് ആണ്. അബണ്ടൻസിൽ സെക്കൻഡ് വൺ ആണ് സിലിക്കൺ എന്ന് പറയുന്നത്, സെക്കൻഡ് ആണ് ഇത് അബണ്ടൻസിൽ പറയുന്നത്. ഇനി ഇത് 27.7% മാസിൽ 27.7% സിലിക്കൺ ആണ് നമുക്ക് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന മൂലകങ്ങളുടെ എലമെന്റ്, അബണ്ടന്റ് എലമെന്റ്, മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ്, സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് എർത്ത് ക്രസ്റ്റ് ആണ് സിലിക്കോൺ എന്ന് പറയുന്നത്. നമ്മുടെ SI 14th ഗ്രൂപ്പിലാണ് വരുന്നത് സിലിക്കോൺ. പിന്നെ അതുപോലെ തന്നെ സിമെന്റ്, ഗ്ലാസ്, സെറാമിക്കുകൾ എന്നിവയുടെ ഒരു പ്രധാന ഘടകമാണ് സിലിക്കൺ. അപ്പൊ നമുക്ക് എവിടെയൊക്കെ കാണാം? സിമെന്റിൽ കാണാം, ഗ്ലാസ്സിൽ കാണാം, സെറാമിക്കിൽ കാണാം. ഇവിടെയൊക്കെ നമുക്ക് സിലിക്കണിനെ കാണാം. സിമെന്റ്, ഗ്ലാസ്, സെറാമിക് തുടങ്ങിയവിടെയൊക്കെ നമുക്ക് സിലിക്കണിനെ കാണാം. ഇനി അതുപോലെ തന്നെ കാസിറ്ററേറ്റ് ആയി ടിന്നും ഗലീനയായി ലെഡും കാണപ്പെടുന്നു. അപ്പൊ നമുക്ക് പിന്നെ പോകുന്നത് കാർബൺ കഴിഞ്ഞ് സിലിക്കൺ കഴിഞ്ഞ് പിന്നെ നമുക്കുള്ളത് ലെഡും ടിന്നും ലെഡും. ടിൻ എന്ന് പറയുന്നത് SN, ലെഡ് എന്ന് പറയുന്നത് PB. അപ്പൊ PBയുടെ ഒരു ഓറാണ് ഗലീന എന്ന് പറയുന്ന ഓർ, ഗലീന. അതുപോലെ തന്നെ ടിന്നിന്റെ മറ്റൊരു ഓറാണ് കാസിറ്ററേറ്റ് എന്ന് പറയുന്നത്, കാസിറ്ററേറ്റ്, CASSETERAT, കാസിറ്ററേറ്റും ഗലീനയും. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് ഭൂവൽക്കത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി കൃത്രിമമായി നിർമ്മിച്ച റേഡിയോ ആക്റ്റീവ് മൂലകമാണ് ഫ്ലറോവിയം. ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമ്മൾ നേരത്തെ ഫ്ലറോവിയത്തിന്റെ കാര്യം പറഞ്ഞു. ഫ്ലറോവിയം ഇസ് എ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ്. റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഇൻ ദി 14th ഗ്രൂപ്പ്, അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് എലമെന്റ് പ്രസന്റ് ഇൻ ദി കാർബൺ ഫാമിലി എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്? ഫ്ലറോവിയം ആണ്. അത് കൃത്രിമമായാണ്, സിന്തറ്റിക് ആണ്. ഫ്ലറോവിയം സിന്തറ്റിക് ആണ്. പിന്നെ അതുപോലെ തന്നെ ജർമേനിയം, സിലിക്കോൺ എന്നിവ ട്രാൻസിസ്റ്ററുകളിലും അർദ്ധചാലക ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചു. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, ഇലക്ട്രോണിക്സിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന സിലിക്കോണും ജർമേനിയവുമാണ്. അത് എവിടേക്കാണ്? സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ ട്രാൻസിസ്റ്ററുകളിലും ഈ പറയുന്ന സിലിക്കോണും ജർമേനിയും ഉപയോഗിക്കും. അതുപോലെ നമ്മുടെ ഗ്രൂപ്പ് 14 എലമെന്റ്സിന്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ചിട്ടാണ്. നോക്കി ഈ ഒരു സ്ലൈഡ് അങ്ങ് ഒഴിവാക്കിയേക്കാം. Chemical properties. These elements are notably reactive. ഈ കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിൻ, ലെഡ് എന്ന് പറയുന്ന ഈ എലമെന്റ്സ് എല്ലാം നോട്ടബ്ലി റിയാക്റ്റീവ് ആണ്. They will form covalent bonds. കോവലന്റ് ബോൺസിന്റെ മലയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹസംയോജക ബന്ധം എന്നാണ്. സഹസംയോജക ബന്ധം. ആൻഡ് ഇന്ററാക്ടിങ് റെഡ്ലി വിത്ത് ഓക്സിജൻ ആൻഡ് ഹാലജൻ. ഇവര് ഹൈലി റിയാക്റ്റീവ് ആണ്. ഇവര് കാർബൺ റിയാക്ട് വിത്ത് ഓക്സിജൻ ഫോം ദീസ് ടൈപ്സ് ഓഫ് മോണോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, അതുപോലെ സിലിക്കൺ ഡയോക്സൈഡ്, സിലിക്കേറ്റ്സ്, ഇതൊക്കെ ഓക്സിജനുമായിട്ട് ഫോം ചെയ്യുന്ന ഓക്സൈഡുകളാണ്. അതുപോലെ തന്നെ ഒരു ഹാലജനുമായിട്ടും റിയാക്ട് ചെയ്യും.
Their chemical behavior is shaped by similar valence electron groups. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞായിരുന്നു, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഇച്ചിരി ഡീപ്പായിട്ട് അത് ഡിസ്കസ് ചെയ്യും. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവരുടെ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് സെയിം ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പഠിക്കുമ്പോഴേക്കും ഇവരുടെ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് സെയിം ആണ്, ലീഡിങ് ടു കോൺസിസ്റ്റന്റ് ബോണ്ടിങ് ട്രെൻഡ്സ് അക്രോസ് ദി ഗ്രൂപ്പ്. അപ്പൊ അത് തന്നെയാണ് ഇവരുടെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ്. ഇപ്പൊ കാർബണും സിലിക്കോണും ജെർമേനിയവും ടിന്നും ഒക്കെ ആ ബോണ്ടിങ് വരുന്നതിന് കാരണം അതിന്റെ 4 ഇലക്ട്രോൺസ് ഇൻ ഇറ്റ്സ് വാലൻഷ്യലാണ്. ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുവാണെങ്കിൽ ഗ്രൂപ്പ് 14 elements exhibit a range of physical properties. They include different states at room temperature, solids like carbon and liquids such as mercury, along with the variations in density and thermal conductivity showcasing their density. Okay, diversity. നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പലതരത്തിലുള്ള ഭൗതിക ഗുണങ്ങൾ നമുക്കിവിടെ കാണാം. ദ്രവണാങ്കം, തിളനില, അതൊക്കെ നമുക്കിതിനെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഗ്രൂപ്പ് 14 എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ച് നോക്കാം. ഇതിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS2NP2, അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഗ്രൂപ്പ് 14 എലമെന്റ്സിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS2NP2 ആണ്. നോക്കാം, ഇവിടെ കാർബൺ എന്ന് പറയുന്നതിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പൊ നമുക്ക് ആ 6 ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് 1s2 2s2 2p2 ആണ്. ഇവിടുത്തെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടോ, 2s2 2p2. സിമിലർലി സിലിക്കണിന്റെ നോക്കിക്കേ, സിലിക്കൺ അറ്റോമിക് നമ്പർ 14, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 1s2 2s2 2p6 3s2 3p2. ഇതിന്റെ ഔട്ടർമോസ്റ്റ് ഷെൽ, അതായത് 3 ആണ് ഔട്ടർമോസ്റ്റ് ഷെൽ. n=3 എന്ന് പറയുന്ന ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3s2 3p2 ആണ്. ജെർമേനിയം അറ്റോമിക് നമ്പർ 32, 1s2 2s2 2p6 3s2 3p6 3d10 10 ഇലക്ട്രോൺസ് വരുന്നുണ്ട്. ട്രാൻസിഷൻ എലമെന്റ്സ് ഉണ്ട് അവിടെ. അതിന്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് n=4 ആണ്. ഔട്ടർ ഷെൽ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s2 4p2. സിമിലർലി ടിന്ന് നോക്കിയാലും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 5s2 5p2, അവിടെ n എന്ന് പറയുന്നത് 5 ആവും. അതുപോലെ തന്നെ ലെഡ് വരുമ്പം n എന്ന് പറയുന്നത് 6 ആവും. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 5s2 6s2 6p2 ആണ്. അതായത് നമുക്ക് ഗ്രൂപ്പ് 14 എലമെന്റ്സിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്, ഔട്ടർ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS2NP2 ആണ്. ക്ലിയർ അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലെറോവിയം ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ്. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഈ യെല്ലോ കളറിൽ കാണിച്ചേക്കുന്ന ഗ്രൂപ്പ് 14 എലമെന്റ്സും ഈ ഗ്രീൻ കളറിൽ കാണിച്ചേക്കുന്ന ഗ്രൂപ്പ് 13 എലമെന്റ്സും ആണ്. അപ്പൊ നമ്മളത് കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ കാര്യം, അറ്റോമിക് റേഡിയസിന്റെ കാര്യം നോക്കാം. ഇവിടെ കാർബണും സിലിക്കണും താഴത്തേക്ക് പോകുന്തോറും നമുക്കറിയാം, ഡൗൺ ദി ഗ്രൂപ്പ് താഴത്തേക്ക് പോകുന്തോറും, ഗ്രൂപ്പിൽ താഴത്തേക്ക് പോകുന്തോറും ഷെൽസിന്റെ എണ്ണം കൂടി വരിക അല്ലെ, നമ്പർ ഓഫ് ഷെൽസ് കൂടുകയാണ്. അതുകൊണ്ട് തന്നെ അറ്റോമിക് സൈസ് എന്ത് സംഭവിക്കും, അറ്റോമിക് സൈസ് കൂടുകയാണ്. അറ്റോമിക് സൈസ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അറ്റോമിക് റേഡിയേ കൂടുമായിരിക്കും. അറ്റോമിക് റേഡിയേ അല്ലെങ്കിൽ കോവലന്റ് റേഡിയേ കൂടുമായിരിക്കും. അറ്റോമിക് സൈസ് കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അയണിക് റേഡിയേ അല്ലെങ്കിൽ കോവലന്റ് റേഡിയേ അല്ലെങ്കിൽ അറ്റോമിക് റേഡിയേ കൂടുതലായിരിക്കും. ഓക്കെ, താഴത്തേക്ക് വരുന്നതോറും. അപ്പൊ ഇവിടെ ഷെല്ലിന്റെ എണ്ണം കൂടുന്നത് കൊണ്ട് തന്നെ സൈസും കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ കാർബണിനെക്കാട്ടിലും കൂടുതൽ സൈസ് ആയിരിക്കും നമ്മളുടെ സിലിക്കണിനെക്കാട്ടിലും കൂടുതലായിരിക്കും ജെർമേനിയത്തിനെക്കാട്ടിലും കൂടുതലായിരിക്കും ടിന്നിനെക്കാട്ടിലും കൂടുതലായിരിക്കും നമ്മുടെ ലെഡിന്. ഓക്കെ, ആ സൈസ് ആണ് കാണിച്ചേക്കുന്നത്. അവിടെ തന്നെ ഈ സൈസ് കാർബണും സിലിക്കണും നോക്കുമ്പോൾ കോവലന്റ് റേഡിയേ കമ്പാരിറ്റീവ്ലി കുറച്ച് വലുതാണ്. കാർബണിനെക്കാട്ടിലും കുറച്ച് നല്ല വലുതാണ് സിലിക്കൺ. പക്ഷെ സിലിക്കൺ മുതൽ ലെഡിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ സൈസിന് അധികം ഡിഫറൻസ് കാണുന്നില്ല. ഇതിന് കാരണം ഫുള്ളി ഫിൽഡ് ഡി ഓർബിറ്റൽസ്. അവിടെ ഡി ഓർബിറ്റൽസ് നമുക്കറിയാം, മൂന്നാമത് വരുമ്പോൾ 3D വരുമ്പോൾ, തേർഡ് ഷെല്ല് വരുമ്പോൾ അവിടെ ഡി ഓർബിറ്റൽസിന്റെ സാന്നിധ്യം കൂടെയുണ്ട്. ഈ ഡി ഓർബിറ്റൽസിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ അവിടെ സൈസിൽ വളരെ വലിയൊരു മാറ്റം കാണുന്നില്ല. കാർബൺ മുതൽ സിലിക്കൺ വരെ സഹസംയോജക ആരത്തിൽ അല്ലെങ്കിൽ കോവലന്റ് റേഡിയസിൽ ഗണ്യമായ വർധനവുണ്ട്. അതിനുശേഷം സിലിക്കൺ മുതൽ ലെഡ് വരെ കുറഞ്ഞ വർധനവ് മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഭാരമേറിയ അംഗങ്ങളിലുള്ള പൂർണ്ണമായും ഡി ഓർബിറ്റലുകളുടെ സാന്നിധ്യമാണ് ഇതിന് കാരണം. അപ്പൊ ഡി ഓർബിറ്റൽ അല്ലെങ്കിൽ എഫ് ഓർബിറ്റൽ, ഈ ഫുള്ളി ഫിൽഡ് ഡി ഓർബിറ്റൽസ് അല്ലെങ്കിൽ എഫ് ഓർബിറ്റൽസ്, അതിന്റെ സാന്നിധ്യമാണ് ഈ സൈസ് വർദ്ധിക്കാൻ കാരണമാവുന്നത് അല്ലെ. ഇനി അടുത്തത് ഇലക്ട്രോ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ വിദ്യുത് രണത ഇതിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഈ ഒരു കേസിൽ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് പീരിയോഡിക് ടേബിളിലേക്ക് നോക്കുമ്പോൾ ഇടതുനിന്ന് വലതിലേക്ക് പോകുന്നതനുസരിച്ച് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുകയാണ്.
അപ്പൊ ഇവിടെ ഗ്രൂപ്പ് 13ഉം ഗ്രൂപ്പ് 14ഉം എടുക്കുമ്പോൾ ഒബ്വിയസ്ലി ഗ്രൂപ്പ് 14ന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. അപ്പൊ ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഗ്രൂപ്പ് 13ഉം ഗ്രൂപ്പ് 14ഉം കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ ഗ്രൂപ്പ് 14 ആയിരിക്കും. ഇനി ഗ്രൂപ്പ് 14 ഗ്രൂപ്പ് മൂലകങ്ങളുടെ വലിപ്പക്കുറവ് കാരണം 14ാം ഗ്രൂപ്പ് മൂലകങ്ങളെക്കാൾ സ്വല്പം കൂടുതൽ വിദ്യുദ്രണത ഇവർക്ക് കൂടുതലുണ്ട്. ആർക്ക്? ഗ്രൂപ്പ് 14 കമ്പയർ ടു ഗ്രൂപ്പ് 13. സിലിക്കൺ മുതൽ ലെഡ് വരെയുള്ള മൂലകങ്ങളുടെ ഇലക്ട്രോൺ ധനത വില ഏകദേശം തുല്യമാണ്. സിലിക്കോൺ മുതൽ ലെഡ് വരെയുള്ളതിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏകദേശം സെയിം ആയിരിക്കും. കാരണം എന്താ? ഓൾമോസ്റ്റ് സെയിം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആയിരിക്കും. കാരണം ഇതിന്റെ സൈസിൽ വലിയ മാറ്റമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ. അടുത്തത് ഭൗതിക ഗുണങ്ങളിലേക്ക് പോവുകയാണ്. 14ാം ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളും ഖരങ്ങളാണ്. ഓൾമോസ്റ്റ് ഓൾ ദി എലമെന്റ്സ് കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്, ലെഡ് അത് സോളിഡ്സ് ആണ്. അതേ തന്നെ കാർബണും സിലിക്കണും നോൺ മെറ്റൽസ് ആണ്. കാർബണും സിലിക്കണും നോൺ മെറ്റൽ ആണ്. ഈ ജെർമേനിയം എന്ന് പറയുന്ന ഒരു മെറ്റലോയിഡ് ആണ്. ഇറ്റ് വിൽ ഷോ ബോത്ത് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ. ഇനി ടിന്നും ലെഡും സോഫ്റ്റ് മെറ്റൽസ് ആണ്. ടിന്നും ലെഡും സോഫ്റ്റ് മെറ്റൽസ് ആണ്. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ കുറിച്ചാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവർ പൊതുവെ കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റും +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും ആയിരിക്കും. അപ്പൊ +4 എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി അതിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചു. NS2 NP2 ആണ്. അപ്പൊ ഈ 4 ഇലക്ട്രോണിനെ മൊത്തത്തിൽ അങ്ങോട്ട് വിട്ടുകൊടുത്ത് 4 ഇലക്ട്രോണിനെ മൊത്തമായിട്ട് വിട്ടുകൊടുത്ത് അവർ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അല്ലെങ്കിൽ ഈ p ഓർബിറ്റലിലുള്ള 2 ഇലക്ട്രോൺസിനെ മാത്രം വിട്ടുകൊടുത്ത് അവർ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അങ്ങനെ 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അവർ കാണിക്കുന്നത്. +4 ഓക്സിഡേഷൻ സ്റ്റേറ്റും +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും. അതിൽ കാർബൺ നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. കാർബൺ നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സും കാണിക്കുന്നുണ്ട്. കാർബൺ -4 C4- എന്ന് പറയുന്ന സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് നമ്മുടെ ടിൻ എന്ന് പറയുന്നത് SN +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും +4 ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കും ടിൻ. ഇനി ലെഡ് എന്ന് പറയുന്നത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും +4 ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കും. പക്ഷെ താഴത്തേക്ക് വരും തോറും ഇനേർട്ട് പെയർ എഫക്ട്, അതായത് പെയർ നിൽക്കുന്ന NS2 ഓർബിറ്റൽസിന് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനുള്ള ഒരു വിമുഖത, ഇനേർട്ട് പെയർ എഫക്ട് വരുന്നതുകൊണ്ട് താഴത്തേക്ക് പോകുന്നതോറും മോസ്റ്റ്ലി അവർ കാണിക്കുന്നത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ ടിന്ന് +2ഉം +4ഉം കാണിക്കുന്നുണ്ട്. പക്ഷെ അവർ അത്ര സ്റ്റേബിൾ ആയിരിക്കത്തില്ല. പെട്ടെന്ന് തന്നെ അത് +2 ഓക്സിഡേഷൻ +4 കാണിച്ചാലും പെട്ടെന്ന് തന്നെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ അത് കൺവേർട്ട് ചെയ്യും. +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യും. ഇനി ഇവിടെ Pb+4 അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. Pb+4 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഒരു ബെറ്റർ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അതായത് ഇലക്ട്രോണിനെ സ്വീകരിച്ച് അത് Pb2+ കൺവേർട്ട് ആവും. അപ്പം ബെസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് Pb+4 എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പൊതുവെ ഇത് കാണിക്കുന്നത് +4 +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാർബൺ ഫാമിലി കാണിക്കുന്നത്. അതിൽ തന്നെ സിലിക്കോൺ കാർബൺ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കും, +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കും. കാർബണും +4 ഓക്സിഡേഷൻ സ്റ്റേറ്റും +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കും. ഇതിനകത്ത് കാർബൺ -4 ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കുന്നുണ്ട്, നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കുന്നുണ്ട്. താഴത്തേക്ക് വരുമ്പോൾ ടിന്ന് +2ഉം +4ഉം കാണിക്കും. പക്ഷേ മോസ്റ്റ് കോമൺ ആയിട്ട് കാണിക്കുന്നത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ലെഡും Pb+2ഉം +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അവിടെ +4 എന്നുള്ളത് ഒരു ബെസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. പെട്ടെന്ന് തന്നെ ഇലക്ട്രോണിനെ അത് സ്വീകരിച്ച് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു പോകും. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇനേർട്ട് പെയർ എഫക്റ്റ് ആണ്. NS2 അതായത് താഴത്തേക്ക് വരും തോറും സൾഫർ, അതായത് മൂവിങ് ഡൗൺ ദി ഗ്രൂപ്പ്, താഴത്തേക്ക് വരും തോറും ആറ്റത്തിന്റെ സൈസ് കൂടുന്നിടത്തോറും ഈ NS2 പെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസിന് NSൽ 2 ഇലക്ട്രോൺ പെയർ ചെയ്തിരിക്കുമല്ലേ, ആ ഇലക്ട്രോണിന് കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ട എന്നുള്ള തീരുമാനം, അതായത് ഇനേർട്ട് പെയർ എഫക്റ്റ് ആയിരിക്കും അതിന് കാരണം. ജെർമേനിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ +4 അവസ്ഥയിൽ ജെർമേനിയം സ്ഥിരതയുള്ള സംയുക്തങ്ങൾ രൂപീകരിക്കുന്നു. അപ്പൊ +4 ആണ് ജെർമേനിയം കാണിക്കുന്നത്. +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷെ വളരെ കുറച്ച് സംയുക്തങ്ങൾ മാത്രമേ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ജെർമേനിയം കാണിക്കുന്നുള്ളൂ. ഇനി കാർബണിന് സംയോജകത 4നേക്കാൾ കൂടുതലാക്കാൻ കഴിയുന്നില്ലെങ്കിലും മറ്റുള്ളവയ്ക്ക് അതിന് സാധിക്കും. അതായത് സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ് ഇവരുടെയൊക്കെ കോവാലൻസി 4നേക്കാട്ടിലും കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ d ഓർബിറ്റൽസ് വരും. കാർബൺ ബീങ് ദ ഫസ്റ്റ് എലമെന്റ് ഇൻ ദിസ് ഫാമിലി, there is no d orbitals involving in its participation. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ കോവാലൻസി എന്ന് പറയുന്നത് 4 ആയിട്ട് റെസ്ട്രിക്റ്റഡ് ആവും.
ക്ലിയർ അല്ലേ? കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. കേരള PSC പരീക്ഷകളിൽ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണിത്. പെൻസിലിന്റെ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ അലോട്രോപ്പ് ഏതാണ്? ഒന്നാമത്തെ ചോദ്യം, പെൻസിലിന്റെ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ അലോട്രോപ്പ് ഏതാണ്? കറക്റ്റ് ആൻസർ ഏതായിരിക്കും? അതെ, ഗ്രാഫൈറ്റ് ആണ് പെൻസിലിന്റെ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ പറയുന്നവയിൽ ഏതാണ് കാർബണിന്റെ ക്രിസ്റ്റലീൻ രൂപം അല്ലാത്തത്? രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് കാർബണിന്റെ ക്രിസ്റ്റലീൻ രൂപം അല്ലാത്തത്? ഓപ്ഷൻ എ വജ്രം, ഓപ്ഷൻ ബി ഗ്രാഫൈറ്റ്, ഓപ്ഷൻ സി ഫുല്ലറീൻ, ഓപ്ഷൻ ഡി കോൾ. കാർബണിന്റെ ക്രിസ്റ്റലീൻ രൂപം അല്ലാത്തത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കോൾ. ഇതാണ് ഹരിതഗൃഹവാതകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായ കാർബൺ ഡയോക്സൈഡിന്റെ രാസസൂത്രം എന്ത്? CO, CO2, CH4N2. ഓക്കെ, ഈസിയാണ്, CO2 ആണ്. ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് സിലിക്കണിന്റെ പ്രധാന ധാതു? ഓപ്ഷൻ എ ബൊറാക്സ്, ഓപ്ഷൻ ബി ഹെമറ്റൈറ്റ്, ഓപ്ഷൻ സി ക്വാർട്സ്, ഓപ്ഷൻ ഡി കാൽസൈറ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ക്വാർട്സ്. സിലിക്കണിന്റെ പ്രധാന ധാതുവാണ് ക്വാർട്സ്. ചോദ്യം, ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന ഘടകം ഏതാണ്? ഓപ്ഷൻ എ കാൽസ്യം കാർബണേറ്റ്, ഓപ്ഷൻ ബി സോഡിയം സിലിക്കേറ്റ്, ഓപ്ഷൻ സി സിലിക്കൺ ഡയോക്സൈഡ്, ഓപ്ഷൻ ഡി അലൂമിനിയം ഓക്സൈഡ്. ഗ്ലാസ് എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് സിലിക്കൺ ഡയോക്സൈഡ് ആണ്, SiO2. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് മൂലകത്തിനാണ് ഏറ്റവും ഉയർന്ന കാറ്റനേഷൻ ശേഷിയുള്ളത്? ഓപ്ഷൻ എ സിലിക്കൺ, ഓപ്ഷൻ ബി ജെർമേനിയം, ഓപ്ഷൻ ഡി കാർബൺ, ഓപ്ഷൻ ഡി ടിൻ. അപ്പൊ നമുക്കറിയാം ഗ്രൂപ്പ് 14 എലമെന്റ്സിന്റെ താഴത്തേക്ക് പോകുന്നതോറും, അതായത് ഗ്രൂപ്പിൽ താഴത്തേക്ക് പോകുന്നതോറും കാറ്റനേഷൻ പ്രോപ്പർട്ടി കുറഞ്ഞു വരികയാണ്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ കാറ്റനേഷൻ പ്രോപ്പർട്ടി ഉള്ളത് കാർബണിനാണ്, രണ്ടാമത് സിലിക്കണിനാണ്. ചോദ്യം, വായുവിൽ കത്തുമ്പോൾ കാർബൺ പ്രധാനമായും ഏത് സംയുക്തമാണ് ഉണ്ടാക്കുന്നത്? ഓപ്ഷൻ എ കാർബൺ മോണോക്സൈഡ്, ഓപ്ഷൻ ബി കാർബൺ ഡയോക്സൈഡ്, ഓപ്ഷൻ സി മീഥേൻ, ഓപ്ഷൻ ഡി കാർബോണിക് ആസിഡ്. കറക്റ്റ് ആൻസർ കാർബൺ ഡയോക്സൈഡ് ആണ്. ചോദ്യം, അർദ്ധചാലകമായി ഉപയോഗിക്കുന്ന 14ാം ഗ്രൂപ്പ് മൂലകം ഏതാണ്? അർദ്ധചാലകം, സെമി കണ്ടക്ടർ. ഈ ഓപ്ഷനിൽ ശരിക്കും സെമി കണ്ടക്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത് സിലിക്കണും ജെർമേനിയമാണ്. ഓപ്ഷനിൽ ലെഡ്, ടിൻ, സിലിക്കൺ, കാർബൺ. അവിടെ കറക്റ്റ് ആൻസർ വരുന്നത് സിലിക്കൺ ആണ്. ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ലെഡിന്റെ പ്രധാന അയിര്? ഓപ്ഷൻ എ ബോക്സൈറ്റ്, ഓപ്ഷൻ ബി സിനബർ, ഓപ്ഷൻ സി ഗലീന, ഓപ്ഷൻ ഡി മാഗ്നൈറ്റ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഗലീനയാണ് ഓപ്ഷൻ ലെഡിന്റെ പ്രധാന അയിര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെർമോമീറ്ററുകളിൽ ഉപയോഗിക്കുന്ന മെർക്കുറിക്ക് പകരം ഉപയോഗിക്കാൻ സാധ്യതയുള്ള കാർബൺ നാനോ മെറ്റീരിയൽ ഏതാണ്? ഓപ്ഷൻ എ ഗ്രാഫൈറ്റ്, ഓപ്ഷൻ ബി ഫുല്ലറീൻ, ഓപ്ഷൻ സി കാർബൺ നാനോ ട്യൂബ്, ഓപ്ഷൻ ഡി ഗ്രാഫീൻ. അപ്പോൾ ഇത് ഗവേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത് കാർബൺ നാനോ ട്യൂബ് ആണ്. അപ്പോൾ ഹോപ്പ് യു ഗൈസ് വിൽ ലൈക്ക് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.